കെയർലെസ് കാണിക്കരുത്. ഇത്രയ്ക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. എത്ര ലക്ഷം രൂപയുടെ സാധനമാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ബാംഗ്ലൂരിൽ ഇത്രയും സാധനം കെട്ടിപ്പറിക്ക് ഞാൻ ഇവിടെ മെയിൻ ബോർഡ് അടിച്ചു പോയി. പ്രിന്റ് അടിച്ചോണ്ടിരിക്കുവായിരുന്നു, അതിനിടയ്ക്ക് ആ ശ്രീജന ഒരു അബദ്ധം പറ്റി. താനൊന്നും പറയണ്ട. താൻ ആ പ്ലഗ് കുത്തിയപ്പോ സ്പാർക്ക് വരുന്നത് ഞാൻ കണ്ടതാ. ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഇത്ര കെയർലെസ് ആയിട്ട് അതും ഈ സമയത്ത് പ്രശ്നമാണ്. ടെക്നീഷ്യന്മാർ നാളെ രാവിലെ എത്തുള്ളൂ. ഇന്ന് മുഴുവൻ അടിച്ചാലും തീരാത്തത്രയും പ്രിന്റ് ബാക്കിയുണ്ട്. നാളെ രാവിലെ വേലപ്പറമ്പിൽ ബോർഡ് കയറിയിട്ടില്ലെങ്കിലേ മൊത്തം പ്രശ്നമാവും. നിനക്ക് വല്ല കാര്യം ഏത് സമയത്താണ് പ്ലഗ് കുത്താൻ തോന്നിയത്? രാഹുലെ, പറ്റിയത് പറ്റി. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താണ് കാര്യം? പറ്റിയത് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിന്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ഡിസൈൻ ചെയ്ത പരിപാടിയല്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രിന്റ് മൊത്തം തീർക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ? എടാ, നമുക്ക് പുറത്തു കൊടുത്ത് അടിച്ചൂടെ? ഒരു മെഷീനൊക്കെ ട്രബിൾ വരുമ്പോ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? പാലക്കാട് കോയമ്പത്തൂരുള്ള മിക്ക ടീമുകളെ വിളിച്ചു നോക്കി. ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ആർക്കും പറ്റില്ല. ഇത്രയും സ്ക്വയർ ഫീറ്റ് ഇല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഉത്സവ സീസൺ അല്ലേ, ഒരു രക്ഷയില്ല. ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണം, അല്ലാതെ അതൊന്നും കയറി പിടിക്കാനുണ്ടത്. എത്ര നഷ്ടം വരാൻ നിനക്കറിയോ? രാഹുലെ, ഒരു നഷ്ടവും വരില്ല. നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ പ്രിന്റ് അടിച്ച് തരുന്ന ഒരാള് എൻ്റെ കയ്യിലുണ്ട്. വർക്കേട്ടാ, അലിബായി ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടാവും? എന്തിനാ ഈ മാത്രം നിന്നെ നീയാക്കും? ഈ പോയ കാലം ഒരു പാഠമാകും. ഇന്നോരോന്നും വെട്ടമാകും. ആ വെട്ടം എന്നെ തീ ഗോളമാക്കും. ഈ ഉലകം എനിക്ക് തന്ന പരങ്ങൾ എനിക്ക് മുന്നിൽ കണ്ടു പതിർക്ക് തുറന്നരികിൽ വന്നു തേടി എത്തും. ഈ കൈകൾ മാനം താങ്ങി നിർത്തും. അലിബായ് എളുപ്പത്തു. ആള് നിന്ന് ഇതൊക്കെ ഫിക്സ് ചെയ്താലും നമ്മുടെ കളികളൊക്കെ നടക്കുള്ളൂ. പേടിക്കണ്ട, ബായ് പോയത് തൃശ്ശൂർക്കാണ്. പെട്ടെന്നൊരു ടാക്സി എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വാ. ആ ശരി. ഇപ്പൊ സമയം 10:30. ഇനി ഒരു മണിക്കൂർ അതിനുള്ളിൽ ബായ് ഇവിടെ എത്തും. ഇവിടെ വന്ന് സ്പേസ് ഒക്കെ പഠിപ്പിക്കാൻ ബായ്ക്ക് ഒരു 1.5 മണിക്കൂർ മതി എന്നല്ല പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു 1-1.25 ആകുമ്പോഴേക്കും നമുക്ക് പ്രിന്റ് തുടങ്ങാൻ പറ്റും. രാഹുൽ പറഞ്ഞ കണക്കനുസരിച്ച് ഇത്രയും പ്രിന്റ് നമുക്ക് രാത്രി ഒരു 10-10:30 ആകുമ്പോഴേക്കും തീർക്കാൻ പറ്റും. വിചാരിക്കണ പോലൊക്കെ നടന്ന നാളെ നേരം വെളുക്കുമ്പോഴേക്കും വേലപ്പറമ്പ് കംപ്ലീറ്റ് നമ്മുടെ ബോർഡുകളായിരിക്കും അല്ലേ? പ്ലാനിങ് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇതാണ് വഴി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അത്ര തന്നെ നോക്കാം. ആ രാഹുൽ, മനു എന്തായി? പ്രിന്റ് അവർ അടിച്ചു തരുമോ? പിന്നെന്താ, ഞാനിപ്പോ അവരുടെ അടുത്താ. എന്നാൽ ഇത് ഏതാണ് പാർട്ടി? രാഹുലിന് പ്രിന്റ് കിട്ടിയാ പോരെ? അപ്പൊ ഇവിടുന്ന് പ്രിന്റ് ചെയ്യണമെന്ന് അവന്മാർക്ക് അറിയില്ല. എന്താ അല്ലേ, ഒരിക്കൽ ഈ വർക്ക് കൈവിട്ട് പോയി. അവസാനം അത് കറങ്ങി തരുന്നത് എന്റെ അടുത്ത് തന്നെ എത്തി. ഈ വർക്ക് നീ തന്നെ ചെയ്യണം. നെല്ലിക്കുളത്തമ്മന്റെ തീരുമാനം ഉണ്ടവനും. മനോ, ഇങ്കും മെറ്റീരിയൽസും ഞാൻ കോയമ്പത്തൂർ വിളിച്ച് ബസ്സിൽ കയറ്റിവിടാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിട്ട് പാലക്കാടിൽ നിന്ന് കളക്ട് ചെയ്യണം. ഞാൻ മാക്സിമം 1 hour അവിടെ എത്തും. ശ്രീജ പേടിക്കണ്ട, പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് പ്രിന്റ് എത്തിക്കാം. വർക്കേട്ടാ, ഞാനെത്താം, നീ പോയിക്കോ. എടാ സുധി, ആ 10-10 ഒരു 100 വേണം. എന്റെ സുധി, ആ വലുതൊക്കെ ആദ്യം അടിക്ക്. എന്തായി? പറഞ്ഞ സമയത്ത് തന്നെ ബോർഡുകൾ കയറിയിരിക്കും. ഓക്കെ. ആടാ മനു, അയ്യോ പണി കിട്ടിയല്ലോടാ. കുതിരാനിലെ ബ്ലോക്ക് ചെയ്യപ്പെടാണ്ട് പാലക്കാട് എത്തുകയെന്ന് വെച്ചാല് അതൊരു ഭാഗ്യം തന്നെ കേട്ടോ. സാറേ, ബ്ലോക്ക് അവിടെ നിന്ന് തീരുന്നു തോന്നില്ലേട്ടാ. എന്ത് ബ്ലോക്ക് അത്? ഇനിയിപ്പോ എന്താടാ മനു ചെയ്യ? അലിബായ, ആ അലിബായ്. ഹലോ, ഹലോ മനോ, ഇവിടെ ரேஞ்ச் குறைவா. பிளாக் கிளியர் ஆகிறதுக்கு ரொம்ப நேரம் ஆகும் போல இருக்கு. இப்போ நான் என்ன பண்றதுன்னு தெரியல. ഹലോ, ഹലോ മനോ. അലിബായ്, ഈ സാധനമൊക്കെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാ പറ്റും. കഴിഞ്ഞ ഉടനെ തിരിച്ചോണം. മനു, തൈകുളം പിടിച്ചോ. ഇവിടെ എന്തൊക്കെയുള്ളൂ, മതിയാ നോക്ക്. അല്ല, ഇങ്ങോട്ട് തരി. എന്താ ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഇതാ. ரிமூவ் பண்ணியாச்சா? ஹெட் பிளேட்ல 5 ஸ்க்ரூ இருக்கும். அந்த 5ஐயும் எடுக்கணும். ஸ்க்ரூ ரொம்ப டைட்டா இருக்கும். கொஞ்சம் ஃபோர்ஸ் அப்ளை பண்ணா தான் வரும். ഓക്കെ അലിബായ്. ഇത് കലക്കും. പതുക്കെ ചെയ്താൽ മതി. എല്ലാ സ്ക്രൂവും എടുത്താ അഴിച്ചോണ്ടിരിക്കാം. ഇതിൽ ഏറ്റവും അവസാനം അതും കൂടെ എടുക്കട്ടെ? അതേ എടുക്കണോ? ശരി, റെഡി. എടുത്തു അലിബായ്. இப்போ அதுக்குள்ள இருக்கிற டேமேஜ் ஆன ஹெட்ஸ் எல்லாத்தையும் ரிமூவ் பண்ணணும். முதல்ல இந்த ஹெட்ல இருக்கிற கேபிள்ஸ் எல்லாத்தையும் வெளியிடு. മനു, ഇത് ഫ്ലെക്സ് അല്ല, ക്ലോത്ത് പോലെ ഉണ്ട്. നിങ്ങൾ ഇത് ഏത് കാലത്താ ഫ്ലെക്സ് ഒക്കെ ബാൻ ചെയ്യാൻ പോവല്ലേ? ഇനി ക്ലോത്ത് ആണ് ട്രെൻഡ്. അത് അടിക്കാൻ പറ്റിയ അഡ്വാൻസ് ടെക്നോളജിയാ ഇപ്പൊ നീ ഇൻസ്റ്റാൾ ചെയ്യുന്നത്.
അലിബായ് ആ ഒരു കോള് വരുന്നുണ്ട്, ഒന്ന് ലൈനിൽ നിൽക്കണേ. ശരിപ്പാ. എടാ മനുവിടെ ഫ്രെയിംസ് ഒക്കെ റെഡി തുടങ്ങി. നീ ആയ പ്രിന്റ് ഇപ്പൊ തന്നെ കൊടുത്തിടാൻ തുടങ്ങിക്കോ. എന്നാലേ പറഞ്ഞ സമയത്ത് ബോർഡ് കയറ്റാൻ പറ്റുള്ളൂ. ആ അലിബായ് പറ. പ്രിന്റ് ഇപ്പൊ അപ്പോഴൊക്കെ 10 മിനിറ്റ് തീർക്കാൻ നോക്ക്. ചേച്ചി എന്താണ് സംഭവം? വിഷയം നേരെയാക്കാണ് വിഷയം സമയം 1:30 ആയിന്ന്. ഇപ്പോഴെങ്കിലും പ്രിന്റ് അടിച്ചു തുടങ്ങിയാൽ തീരുകൾ വർക്കായിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് കയ്യിന്ന് പോകും. പിന്നെ വന്നിരിച്ചാ ടൈറ്റാണ്. അലിബായ് ബോർഡ് 2 ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി ഹെഡും കേബിൾസും പിടിപ്പിക്കണം. அந்த பாக்ஸ்ல இருக்கு, அதை எடுத்துக்க. ബോത്സാ ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കാൻ വേണ്ടിയത് മനോ. ഹെഡ് വളരെ സെൻസിറ്റീവാ. ചെറിയ അശ്രദ്ധ മതി, ലക്ഷ്യങ്ങൾ പോയി കിട്ടും. நான் சொல்றதை நீ கவனமா கேளு, ஒன்றும் பயப்பட வேண்டாம். 8 ஹெட்டுகளும் கரெக்டா அந்தந்த ஸ்லாட்டுகளில் തന്നെ പിടിപ്പിക്കണം. എന്നിട്ട് ബോർഡിന് ഹെഡിലേക്ക് 3 കേബിളുകളാണ് ഉള്ളത്. ടാറ്റാ കേബിൾ, പവർ കേബിൾ, കോംബോലെക്സ് കേബിൾ. അത് പരസ്പരം മാറാതെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. മാറിക്കൊടുത്താ പണി കിട്ടും. കേബിൾ ശ്രദ്ധിച്ചു. ആ ശരി വാ. അവനെന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഇതെന്തോ കളിയാ രാഹുലെ. പ്രിന്റ് അടിക്കുന്ന എവിടെ നിന്ന് പറയാത്തപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പിന്നെ നമുക്കറിയാത്ത ഏത് പ്രിന്റിംഗ് യൂണിറ്റ് എവിടെ? ഉത്സവ സീസൺ അല്ലേ, ഫുൾ ടൈറ്റ് വർക്കാ, എങ്ങും നടക്കൂല. അപ്പൊ എനിക്ക് അറിയാലോ എവിടെയും കിട്ടില്ല എന്നുള്ളത്. എങ്കിൽ പിന്നെ മനുവിനെ നമ്മളെങ്കിലും വിശ്വസിക്കുക. ഒന്നുകൂടെ നോക്ക്. രാഹുല നീ അറിഞ്ഞ? ഹലോ അലിബായ്, അലിബായ് കേൾക്കുന്നുണ്ടോ? നമ്മളെ റേഞ്ച് പോയതായിരിക്കും. കുതിരാനിൽ റേഞ്ച് കിട്ടാൻ പണിയാ. അങ്ങോട്ട് വിളിച്ചു നോക്ക്. നീ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. നമുക്കങ്ങോട്ട് ഫിറ്റ് ചെയ്താലോ മനു? ഈ മാസം നിന്നെ ആരാക്കും, ഈ കൊടുങ്കാറ്റിലും ശാന്തനാക്കും. ഇനി നിന്റെ ചിന്തകൾ പോയ പാതകടലാസ് ചുട്ടുവർണ്ണങ്ങളാക്കും. കാലമിത്ര നീയോർത്തുന്നില്ല, വാദിക്കാം മുന്നോട്ടേക്ക് ഒരു പണി. കഴിഞ്ഞത് കേൾക്കുന്ന പഴുപത് നിനക്കൊരു കഴിവത്. അലിബായിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലേ? നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? രാഹുലോ പ്രഭു, നീ പോയി പ്ലഗ് കണക്ട്. ബെസ്റ്റ്. നിനക്ക് നല്ല പ്രാന്തണ്ടാ. ഇതിലടിച്ചിട്ടാണ് നീ പ്രിന്റ് തരാന്ന് പറഞ്ഞത്. ഏതിലടിച്ചാ നിനക്ക് പ്രിന്റ് കിട്ടിയാ പോരെ രാഹുൽ? എന്നിട്ട് എവിടെ? ഇപ്പൊ വരും. പറയടാ. എന്താ ഇവര് കാണിക്കുന്നത്? അപ്പുറത്തേക്ക് വെച്ചോ, അപ്പുറത്തേക്ക് വെച്ചോ. ഓൺ ചെയ്തോ? ഓൺ ചെയ്തു. ഓണാവുന്നില്ലേ? എന്ത് പറ്റി? എടാ ഇത് ഓണാവുന്നില്ല. ഒന്നുകൂടെ ഒന്ന് നോക്ക് മനു. നിന്നൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇവനെ ഏൽപ്പിക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഇവന് ഭ്രാന്ത് കണ്ടിട്ടാണ് നിങ്ങൾ വരണ്ട. രാഹുൽ പ്ലീസ്. നീ പറഞ്ഞാണ് ശരി. അവന് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് മൂത്ത് ഭ്രാന്തായതാണ് അവന്. എന്താ പറഞ്ഞേ? കോംപ്ലക്സ് അല്ലേ, കോംപ്ലക്സ്. അത് മൂത്തിട്ട്. കോംപ്ലക്സ് അല്ല, കോംബോലെക്സ്. ഭായി പറഞ്ഞൊരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യാൻ മറന്നുപോയി. ബോർഡിന് ഹെഡിലേക്ക് 3 കേബിളുകളാണ് ഉള്ളത്. ടാറ്റാ കേബിൾ, പവർ കേബിൾ, കോംബോലെക്സ് കേബിൾ. പോയ കാലം ഒരു പാഠമാകും. വെട്ടമാകും ആ വെട്ടമെന്റെ നീ ഗോളമാകും. ഉലകം എനിക്ക് തന്ന പരങ്ങൾ എനിക്ക് മുന്നിൽ കണക്ക് പതിന് തുറന്നരികിൽ വന്നു പുതുജന്മം. നിന്നെ തേടിയെത്തും ഈ കൈകൾ മാനം താങ്ങി നിർത്തും.
ഒന്നും നടക്കില്ല. അത്ര മോശം കാര്യമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രാഹുൽ പേടിക്കണ്ട, പറഞ്ഞ സമയത്ത് തന്നെ വേലപ്പറമ്പിൽ ബോർഡുകൾ കയറി.